കരൂർ സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗ വിഷര പരിപാടിയിലെ സാരി വിവാദത്തിൽ മറുപടിയുമായി കല്യാൺ സിൽക്സ് രംഗത്ത്. സംഘാടകർ 12,500 സാരികളുടെ ഓർഡർ നൽകി 390 രൂപയ്ക്ക് സാരികൾ അവർക്ക് നൽകിയെന്നും മൃദംഗ വിഷൻ കുട്ടികളിൽ നിന്ന് ഇതിന് 1,600 രൂപ ഈടാക്കിയെന്നുമാണ് കല്യാൺ സിൽക്സ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, വെറും 390 രൂപയ്ക്കാണ് സാരി നൽകിയതെന്ന് കല്യാൺ സിൽക്സ് പറയുന്നു. പക്ഷേ ഈ 390-ന് കല്യാൺ സിൽക്സ് സാരി നൽകുമ്പോൾ 1,600 രൂപയാണ് ഇതിനായി ഈടാക്കിയത് സംഘാടകർ എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെ, വലിയ തട്ടിപ്പിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കണമോ നവമി? ഇപ്പോൾ ഈ കല്യാൺ സിൽക്സ് ഇത്തരത്തിലൊരു വിശദീകരണവുമായി രംഗത്തെത്താൻ കാരണം ഈ ഒരു പരിപാടിയുടെ ഭാഗമായി രക്ഷിതാക്കളിൽ നിന്നും വലിയ തുക, ഏകദേശം 5,000-ലധികം രൂപ വരെ കുട്ടികളിൽ നിന്നും ഈടാക്കിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഈ കമ്പനി നൽകുന്ന വിശദീകരണം ഈ കല്യാൺ സിൽക്സിന്റെ വസ്ത്രമാണ്, അതായത് ഈ കുട്ടികൾക്ക് ആ ഡാൻസിന് ധരിക്കേണ്ട വസ്ത്രം വില കൂടിയതാണ്. കല്യാൺ സിൽക്സ് എന്നാണ് അത് കസ്റ്റമൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ തുകയാണ്, അത് ഈ ഡ്രസ്സിന്റെ അടക്കം, കോസ്റ്റ്യൂമിന്റെ അടക്കം തുകയാണ് ഇത്രയേറെ വലിയ എമൗണ്ട് കുട്ടികളിൽ നിന്നും ഈടാക്കുന്നത് എന്നൊരു വിശദീകരണമായിരുന്നു ഈ മൃദംഗ വിഷൻ രക്ഷിതാക്കളോടൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് വലിയ രീതിയിൽ ചർച്ചയായതിനു പിന്നാലെ ഈ കല്യാൺ സിൽക്സിന്റെ പേര് കൂടി പരാമർശിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ വിശദീകരണവുമായി കല്യാൺ സിൽക്സ് രംഗത്തെത്തിയത്. വലിയ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. കമ്പനിയുടെ പേര് ഇത് അനാവശ്യമായി വലിച്ചു എന്നുകൂടി ഈ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. ഈ സംഘാടകർ തങ്ങളെ സമീപിക്കുന്നത് 12,500 സാരികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് ഒരു സാരിക്ക് 390 രൂപയിലാണ് അത് ചെയ്ത് കൊടുത്തത്. പക്ഷെ ഇവർ 1,600 രൂപയാണ് കുട്ടികളിൽ നിന്നും ഈടാക്കുന്നതെന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കല്യാൺ സിൽക്സിന് ഈ തട്ടിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തിൽ യാതൊരുവിധ പങ്കുമില്ല എന്നുകൂടി അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനി മൃദംഗ വിഷൻ ഇതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പ് കൂടി നടത്തിയെന്നാണ് നമുക്കിതിൽ മനസ്സിലാകുന്നത്. എന്തായാലും പോലീസ് ഈ ഒരു അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇതിലൊരു കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ശരി, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.